ഹായ് എവരിവൺ. ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിൽ മാക്രോ എക്കണോമിക്സ് ടോപ്പിക്കിൽ വരുന്ന ക്ലാസിക്കൽ ആൻഡ് കൈനീഷ്യൻ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ആണ്. 1930s മുന്നേ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് ക്ലാസിക്കൽ തിയറി. എക്കണോമിക്സിന്റെ അടിത്തറയാണ് ക്ലാസിക്കൽ തിയറി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡിയോ, ജെ എസ് മിൽ തുടങ്ങിയവരാണ് ഈ ഒരു തിയറിയുടെ ആദ്യകാല ഉപജ്ഞാതാക്കള്. പിന്നീട് ആൽഫ്രഡ് മാർഷൽ, ജെ എസ് പിഗോ തുടങ്ങിയവരും ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചവരാണ്. ഈ ഒരു തിയറിയിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് അസംഷൻസ് ആണ്. സോ ഈ ഒരു ബേസിക് അസംഷൻസ് ആണ് ഈ ഒരു തിയറിയിൽ ആദ്യമായിട്ട് ഇവർ മുന്നോട്ട് വെച്ചത്. സോ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. എക്കണോമി നാച്ചുറലി ഓപ്പറേറ്റ് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ്. എക്കണോമിയിൽ എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും. ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ് എന്നൊരു കൺസെപ്റ്റിലാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. സെക്കൻഡ് അസംഷൻ പ്രൈസ് ആൻഡ് വേജ് ഫ്ലെക്സിബിലിറ്റി. പ്രൈസ് ആൻഡ് വേജസ് അഡ്ജസ്റ്റ് ഫ്രീലി ടു എൻഷുർ മാർക്കറ്റ് ക്ലിയറിംഗ്. വേജും പ്രൈസും എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല നിലനിൽക്കുന്നത്. അടുത്തത് സെയ്സ് ലോ ആണ്. സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ജെ എസ് സെയ്സിന്റെ അഭിപ്രായത്തിൽ വിതരണം അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു വ്യക്തി എന്ത് വിൽക്കാൻ ഉൽപ്പാദിപ്പിച്ചാലും അത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതുവഴി വരുമാനം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വിതരണം ആവശ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്ത കൺസെപ്റ്റ് ലേസസ് ഫെയർ ആണ്. ലേസസ് ഫെയർ പോളിസി, മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. സോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ലൈസസ് ഫെയർ എന്നൊരു ഫിലോസഫിയിൽ വിശ്വസിച്ചിരുന്നവരാണ്. ഒറ്റയ്ക്ക് വിടുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളൊരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് അവർ കൊണ്ടുവന്നത്. സോ ഇത് പ്രകാരം സർക്കാരിൻ്റെ ഇടപെടലില്ല, അല്ലെങ്കിൽ വ്യക്തികൾക്ക് തുറന്ന വിപണിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും സാധിക്കുന്നു. അടുത്ത കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ഗുഡ്സ് ആൻഡ് ലേബർ മാർക്കറ്റ്. സോ ക്ലാസിക്കൽ മാർക്കറ്റിൽ എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. അവരങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. വേജ് റേറ്റിന്റെ ഫ്ലെക്സിബിലിറ്റി കാരണം ഫുൾ എംപ്ലോയ്മെന്റ് ലെവലായിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉണ്ടാവുക. അടുത്തൊരു കൺസെപ്റ്റാണ് മണി ന്യൂട്രാലിറ്റി. മണി ഈസ് ജസ്റ്റ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റ് റിയൽ ഔട്ട്പുട്ട്. മണി ന്യൂട്രാലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഇവർ പറയുന്നത് മണി എന്നതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമാണ്. സോ റിയൽ ഔട്ട്പുട്ടിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് അസംഷൻ മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻ. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഫേംസ് മാക്സിമൈസിങ് പ്രോഫിറ്റ് ആൻഡ് ഹൗസ് ഹോൾഡ് മാക്സിമൈസിങ് യൂട്ടിലിറ്റി. മൈക്രോ എക്കണോമിക്സ് ഫൗണ്ടേഷനിൽ ഹൗസ് ഹോൾഡ് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നതിനും ഫേംസ് ലാഭം പരമാവധിയാക്കാനും ശ്രമിക്കുന്നു എന്ന് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറയുന്നു. സോ ഇതാണ് ക്ലാസിക്കൽ തിയറിയുടെ ബേസിക് അസംഷൻസ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു തിയറിയുടെ മെയിൻ കൺസെപ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. Y=F(K, L). പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നത് ഔട്ട്പുട്ടും ഇൻപുട്സും തമ്മിലുള്ള റിലേഷൻ ആണ് കാണിക്കുന്നത്. Y എന്നത് ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ലേബർ, വേർ K ഡിനോട്ടഡ് ക്യാപിറ്റൽ ആൻഡ് L ഡിനോട്ടഡ് ലേബർ. സോ ക്യാപിറ്റലിൽ മെഷീൻസ്, ഫാക്ടറീസ്, എക്യുപ്മെന്റ്സ് ഇതെല്ലാം ക്യാപിറ്റലിലാണ് വരുന്നത്. എൽ എന്ന് പറയുന്നത് ലേബർ ആണ്. പീപ്പിൾസ് വർക്കിംഗ്, അവരുടെ ടൈമും എഫേർട്ടും ആണ് എല്ല് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഷോർട്ട് റണ്ണിൽ ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. ഔട്ട്പുട്ട് എപ്പോഴും ലേബറിന്റെ ചേഞ്ചസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ ജനറലി Y=F(K, L) എന്നത് അവൈലബിൾ ക്യാപിറ്റൽസും വർക്കേഴ്സും കൊണ്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. അടുത്തത് ലേബർ മാർക്കറ്റാണ്. അടുത്തൊരു കൺസെപ്റ്റ് പറയുന്നത് ലേബർ മാർക്കറ്റാണ്. ഈ ലേബർ മാർക്കറ്റിനെ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈ. സോ ലേബർ ഡിമാൻഡ് എന്നത് ഫേംസ് ഹയർ ലേബർ അപ് ടു ദ point where the marginal product of labor equal to real wage W/P, where MPL or market product of labor equal to real wage.
ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് ഫേംസ് എത്ര ലേബറിനെ നിയമിക്കുന്നു എന്നുള്ളതാണ് ലേബർ ഡിമാൻഡ്. MPL എന്നത് ഒരു അഡീഷണൽ ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡീഷണൽ ഔട്ട്പുട്ടാണ്. റിയൽ വേജ് എന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് ലേബറിന് നൽകേണ്ട വേജാണ്. ദാറ്റ് ഈസ് W/P. W ഈക്വൽ ടു വേജ് ആൻഡ് P ഈക്വൽ ടു പ്രൈസ്. ഹിയർ MPL ഈക്വൽ ടു W/P, ദാറ്റ് ഈസ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് അഡീഷണൽ ലേബർ ഈക്വൽ ടു റിയൽ വേജ് പെയ്ഡ്. അടുത്തൊരു കൺസെപ്റ്റ് ലേബർ സപ്ലൈ ആണ്. ലേബർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ജോലി സമയം തിരഞ്ഞെടുക്കുന്നത്. സോ ലേബർ സപ്ലൈ, ഇൻഡിവിജ്വൽ ഡിസൈഡ് വർക്ക് അവേഴ്സ് ബേസ്ഡ് ഓൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ലെഷർ. ലേബർ സപ്ലൈ ഇൻക്രീസസ് വിത്ത് റിയൽ വേജ്. ഇൻകത്തിൻ്റെ ബേസ് കൂടുതൽ ജോലി ചെയ്താൽ അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. ലെഷർ എന്നതോ കുറച്ച് ജോലി ചെയ്ത് കൂടുതൽ വിശ്രമം ലഭിക്കുന്നു, വിശ്രമ സമയം ലഭിക്കുന്നു. സോ ഇവിടെ റിയൽ വേജ് കൂടിയാൽ കൂടുതൽ അവേഴ്സ് ജോലി ചെയ്യാനായിട്ട് അവർ കൂടുതൽ ലേബേഴ്സ് തയ്യാറാകുന്നു. സോ റിയൽ വേജ് കുറഞ്ഞാൽ ആളുകൾ കൂടുതൽ ലെഷർ ടൈം തിരഞ്ഞെടുക്കുന്നു. സോ റിയൽ വേജ് കൂടുമ്പോൾ ലേബർ സപ്ലൈ കൂടുന്നു. ദെർഫോർ ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും ഈക്വൽ ആകുമ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തുന്നു. ഔട്ട്പുട്ട് ലെവൽ കംപ്ലീറ്റ് ആകുന്നു. So in equilibrium stage achieved when labor demand equals labor supply, it ensures full employment and it determines the level of output. നമ്മൾ പറഞ്ഞതുപോലെ ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും ഈക്വൽ ആകുമ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തുന്നു, ഔട്ട്പുട്ട് ലെവൽ കംപ്ലീറ്റ് ആകുന്നു. നെക്സ്റ്റ് പോയിന്റ് അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ്. വെർട്ടിക്കൽ അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ലെവൽ ആൻഡ് ചേഞ്ചസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഫക്റ്റ് ഓൺലി പ്രൈസസ്, നോട്ട് ഔട്ട്പുട്ട്. ഫുൾ എംപ്ലോയ്മെന്റ് മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ ലേബറിൻ്റെ ആവശ്യമില്ല. എത്ര അഗ്രിഗേറ്റ് ഡിമാൻഡ് വന്നാലും ഔട്ട്പുട്ട് കൂടുന്നില്ല. സോ പ്രൈസ് മാത്രമേ കൂടുന്നുള്ളൂ. ഈ ഒരു ഗ്രാഫിൽ ലേബർ മാർക്കറ്റും പ്രൊഡക്റ്റ് ഫങ്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. സോ എബോ ഗ്രാഫിൽ, ടോപ്പ് ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും DL എന്നത് ലേബർ ഡിമാൻഡ് കർവാണ്. ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. റിയൽ വേജ് കൂടുമ്പോൾ ഫേമിൽ മോർ ലേബർ ആവശ്യമായിട്ട് വരുന്നു. SL എന്നത് ലേബർ സപ്ലൈ കർവാണ്. ഇത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. റിയൽ വേജ് കൂടുമ്പോൾ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആവുന്നു. സോ DL ആൻഡ് SL ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. L naught is the employment level and W naught is a real wage. So real wageൽ DL SL നോട് ഈക്വൽ ആവുന്നു. അങ്ങനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നു. ബോട്ടം ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. X ആക്സിസിൽ ലേബറും Y ആക്സിസിൽ ഔട്ട്പുട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q ഈക്വൽ ടു F(K(L). ലേബറിൻ്റെയും പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ എന്നത് കോൺസ്റ്റൻ്റ് ആണ്. ലേബർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ ഇത് ഡിമിനിഷിങ് റേറ്റിലേക്ക് പോകുന്നു. സോ കർവ് ഫ്ലാറ്റർ ആവുന്നു. രണ്ട് ഗ്രാഫിനെയും ബേസ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കും L നോട്ട് എന്ന ലേബറിനെ ഉപയോഗിച്ച് Q നോട്ട് എന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അടുത്ത നമ്മൾ നോക്കുന്നത് കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ഇവിടെ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് കെയ്ൻസ് ആണ്. അദ്ദേഹം ക്ലാസിക്കൽ തിയറിയെ മൊത്തത്തിൽ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത്. 1956 ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ബുക്കിലൂടെയാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ആണ്, ബേസിക് അസംഷൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെഫിഷ്യൻസി. ഡിമാൻഡ് ക്യാൻ ഫോൾ ഷോർട്ട് ആൻഡ് ലീഡിങ് ടു അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ ക്ലാസിക്കൽ തിയറിയെ പറഞ്ഞത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, എന്നാൽ ഇവിടെ കെയ്ൻസ് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റും കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. ടോട്ടൽ ഡിമാൻഡ് കുറയുമ്പോൾ ഉൽപ്പാദനം കുറയുന്നു, അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു. അടുത്തത് സ്റ്റിക്കി പ്രൈസ് ആൻഡ് വേജസ്. പ്രൈസസ് ആൻഡ് വേജസ് ആർ നോട്ട് ഫുള്ളി ഫ്ലെക്സിബിൾ. പ്രൈസും വേജും പെട്ടെന്ന് മാറുന്നില്ല. റീസൺ എന്താണ്? ലേബർ കോൺട്രാക്റ്റും സോഷ്യൽ ഇമോഷൻസും എല്ലാം കൊണ്ട് പ്രൈസും വേജും പെട്ടെന്ന് മാറുന്നില്ല, അല്ലെങ്കിൽ അത് ഫുള്ളി ഫ്ലെക്സിബിൾ അല്ല എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്.
അടുത്തൊരു അസംഷൻ എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഫേംസ് ഹാവ് മോണോപോളി പവേഴ്സ് മാർക്കറ്റ് ഡു നോട്ട് ക്ലിയർ ഇൻസ്റ്റന്റ്ലി. മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ല, ഫേംസിന് മൊണോപ്പൊളി പവർ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പെട്ടെന്ന് ക്ലിയർ ആകുന്നില്ല. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ നീഡഡ്. ആക്റ്റീവ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ആർ എസെൻഷ്യൽ. സോ സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണെന്നാണ് ഇവിടെ ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക് റെസിഷൻസ് ഉണ്ടാകുമ്പോൾ ഫിസ്ക്കൽ പോളിസീസ് വർദ്ധിപ്പിക്കണം, കൂടാതെ ബാങ്ക് വഴിയുള്ള ഒരു മോണിറ്ററി പോളിസി ഉപയോഗിക്കണമെന്നാണ് ഇവിടെ ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ ഫോക്കസസ്. അൺലൈക്ക് ക്ലാസിക്കൽ തിയറീസ് ലോങ് റൺ ഫോക്കസസ്. ഇവിടെ ഷോർട്ട് റൺ ആണ് ഫോക്കസ് ചെയ്യുന്നത്. കെയ്ൻസ് ലോങ് റണ്ണിലല്ല, ഷോർട്ട് റണ്ണിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിനെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അടുത്ത ഒരു അസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ഇറ്റ്സ് ഹൊറിസോണ്ടൽ വെൻ റിസോഴ്സസ് ആർ അണ്ടർ യൂട്ടിലൈസ്ഡ്. അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഹൊറിസോണ്ടൽ ആകുന്നു. കാരണം എന്താണ്? റിസോഴ്സസ് അണ്ടർ യൂസ്ഡ് ആണ്. സോ ആവശ്യം കൂടിയാൽ വില ഉയരാതെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു മെത്തേഡ് ഇവിടെ ഉണ്ട്. നമുക്കിതിൻ്റെ ബേസിക് തിയറിയിലേക്ക് പോവാം. ഇവിടെ 2 കൺസെപ്റ്റാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡിമാൻഡ് ഡിറ്റർമിൻസ് ഔട്ട്പുട്ട്. സോ കെയ്ൻസിൻ്റെ എക്കണോമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡാണ് ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നത് ടോട്ടൽ സ്പെൻഡിങ് ആണ്. എ ഡി എന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. സോ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എൻ എക്സ്, ദാറ്റ് ഈസ് കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് സ്പെൻഡിങ് പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. സോ സി എന്നത് സാധാരണ ജനങ്ങൾ നടത്തുന്ന ചെലവാണ്. ഐ എന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ബിസിനസ്സുകാർ നടത്തുന്ന ചെലവാണ്. ജി എന്നത് ഗവൺമെൻറ് സ്പെൻഡിങ് ആണ്. എൻ എക്സ് എന്നത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇൻക്രീസസ് ഇൻ ഡിമാൻഡ് റൈസസ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇഫ് ഇതിൽ റിസോഴ്സസ് എക്സിറ്റ്. സോ ഇവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ ഫേംസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, കൂടാതെ ലേബർ ആവശ്യമായിട്ട് വരും. സോ ഔട്ട്പുട്ടും ലേബറും ഇൻക്രീസ് ചെയ്യും. ഇവിടെ റിസോഴ്സസ് എന്നത് അൺയൂസ്ഡ് ആണ്. അൺയൂസ്ഡ് റിസോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താലും ഔട്ട്പുട്ടും ലേബറും ഇൻക്രീസ് ചെയ്യും. പ്രൈസ് കൂടാതെ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഇൻക്രീസ് ചെയ്യും. ഒറിജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം MPC. സോ ഇവിടെ കൺസപ്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻകം അല്ലെങ്കിൽ വൈ കൂടുമ്പോൾ കൺസപ്ഷൻ എങ്ങനെ മാറുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. സി ഈക്വൽ ടു സി നോട്ട് പ്ലസ് സി വൈ. വൈ എന്നത് ടോട്ടൽ ഇൻകം ആണ്, സി നോട്ട് എന്നത് ഓട്ടോണമസ് കൺസപ്ഷൻ, ഒരാളുടെ ഇൻകം. വൈ എന്നത് 0 ആകുമ്പോൾ ചെലവഴിക്കുന്ന എമൗണ്ട് ആണ്. സി എന്നത് മാർജിനൽ പ്രൊപ്പൻസി ടു കൺസപ്ഷൻ ആണ്. ഇൻകം 1 ആകുമ്പോൾ കൺസപ്ഷൻ എത്രയാണെന്ന് കാണിക്കുന്നതാണ് സ്മോൾ സി. സോ സ്മോൾ സി ഓൾവേസ് 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഓർ ഇൻകത്തിനോട് ഈക്വൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിക്കൽ തിയറിയും കെനീഷ്യൻ തിയറിയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ്. ഇവിടെ ക്ലാസിക്കൽ തിയറിയിൽ സപ്ലൈ ക്രിയേറ്റ്സ് ഡിമാൻഡ് ആണെങ്കിൽ കെനീഷ്യൻ തിയറിയിൽ ഡിമാൻഡാണ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ തിയറിയിൽ പ്രൈസും വേജും ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ നമ്മൾ പറഞ്ഞ പോലെ കെനീഷ്യൻ തിയറിയിൽ വേജും പ്രൈസും സ്റ്റിക്കിയാണ്. ക്ലാസിക്കൽ തിയറിയിൽ ഫുൾ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ കെനീഷ്യൻ തിയറിയിൽ അൺഎംപ്ലോയ്മെൻറ്റും പോസിബിൾ ആണ്. ക്ലാസിക്കൽ തിയറിയിൽ ലേസസ് ഫെയർ എന്നൊരു കൺസെപ്റ്റാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ കെനീഷ്യൻ തിയറിയിൽ സർക്കാരിൻ്റെ ഇടപെടൽ അത്യാവശ്യമാണ്. സോ അഗ്രിഗേറ്റ് സപ്ലൈയിൽ കെനീഷ്യൻ തിയറിയിൽ ഹൊറിസോണ്ടൽ ആണ്, അൺയൂട്ടിലൈസ്ഡ് റിസോഴ്സസ് ഉണ്ട്. എന്നാൽ ക്ലാസിക്കൽ തിയറിയിൽ ഇറ്റ്സ് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. സോ അത് വെർട്ടിക്കലാണ്. ക്ലാസിക്കൽ തിയറിയിൽ
ലോങ് റണ്ണിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കെനീഷ്യൻ തിയറിയിൽ ഷോർട്ട് റൺ ആണ് മോർ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിക്കൽ തിയറിയിലും കെനീഷ്യൻ തിയറിയിലും എങ്ങനെ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.